അത്ര നല്ലതല്ല. മാറ്റിയേക്ക്. എന്താ നിന്റെ ഡൗട്ട്? അത് പിന്നെ സാറേ, കൊറേ ചോദിക്കണം വിചാരിക്കുന്നു. ഓരോ ഡേയ്സ് കഴിയുമ്പോഴും സാറ് ലുക്ക് കൂടി വരുവാ. എന്താ സാറേ ബ്യൂട്ടിയുടെ സീക്രട്ട്? ഒന്ന് പറയുവാണെങ്കിൽ എനിക്കും ട്രൈ ചെയ്യാനായിരുന്നു. ആദ്യം മോളി ഇരുന്ന് എക്സാം എഴുത്. അവളുടെ ഒരു ഡൗട്ട്. എന്ത് നോക്കി നിക്കാടി? എന്റെ മുഖത്ത് വല്ല എഴുതി വെച്ചിട്ടുണ്ടോ? ഇനി മിണ്ടാതിരിക്കുന്നത് എന്റെ ആരോഗ്യത്തിന് നല്ലത്. കിട്ടിയില്ലേ? ഇന്നേലൊന്ന് മര്യാദക്ക് ഇരുന്ന് എഴുത്. എല്ലാവരും എഴുതി നിർത്തിക്കേ. എന്നിട്ട് പേപ്പേഴ്സൊക്കെ എനിക്ക് താ. എല്ലാരും പേപ്പർ തന്നിട്ടുണ്ടല്ലോ. ആരെങ്കിലും പേപ്പർ മിസ്സാണെന്ന് ഞാൻ അറിഞ്ഞ അവർക്ക് മസ്റ്റായിട്ട് പണിഷ്മെന്റ് ഉണ്ടായിരിക്കും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇപ്പോഴാ ശ്വാസം നേരെ വീണേ. അയ്യോ, എന്റെ 2 ആൻസർ തെറ്റിപ്പോയേ. ഞാനിതാരോട് പറയും? തെണ്ടി മിണ്ടാതിരുന്നോ. അവന്റെ 2 ആൻസർ. ഞാനിവിടെ പകുതി പോലെ ആൻസർ എഴുതിട്ടില്ല. എന്നിട്ട് അവനെ കിടന്ന് 3. മര്യാദക്ക് പഴംപൊരി വാങ്ങിച്ചു തന്നോ? നീ എന്നെ ചതിച്ചതിനുള്ള പണിഷ്മെന്റ് കൂട്ടിക്കോ. അല്ലാണ്ട് പൈസ ഇല്ലാഞ്ഞിട്ടല്ല. ആരോണേ, അവളുമാരെന്താടാ കാണുന്നില്ലല്ലോ. ആ, വരുമായിരിക്കും. സീനിയേഴ്സ് അല്ലേ, എക്സ്ട്രാ ക്ലാസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ശരിക്കും ഇനി അങ്ങനെ ആയിരിക്കും? ഏയ്, ഞാൻ അതിനൊന്നും തേക്കാറില്ലല്ലോ. ഇനി കളിയാക്കാൻ പറഞ്ഞതാവോ? ആ കുരിപ്പായോണ്ട് അതും പറയാൻ പറ്റൂല. എന്താണ് നീ ഇവിടെ ഇരിക്കുന്നേ? എന്തെങ്കിലും കഴിക്കണ്ടേ? നീ വന്നേ, വിശന്നിട്ട് വയ്യ. ബാ, ക്യാൻറ്റീനിൽ പോവാം. അല്ലടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്നെ കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും തോന്നിയോ? എന്ത്? എനിക്കൊന്നും തോന്നിയില്ല. ഇല്ലേ? നീ ഒന്ന് ശരിക്ക് നോക്കിയേ. ഒന്നും തോന്നാതിരിക്കില്ല. അതല്ലടാ, ലുക്ക് കൂടിയൊന്ന് നോക്കിക്കേ. സമ്മതിച്ച്, ലുക്കുണ്ട്. പോരെ? എടാ, അത് അങ്ങനല്ലടാ. പൊന്നെ മോനെ, എന്താന്ന് വെച്ചോ തെളിയിച്ച് പറ. എടാ, അത് പിന്നെയേ, ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആ കുറിപ്പിന്റെ ക്ലാസ് ആയിരുന്നു. എന്താണ് അവളുടെ പേര്? എന്നോ ആ കോപ്പ് കിട്ടുന്നില്ല. റോസാണോ നീ ഉദ്ദേശിച്ചത്? അതിന്റെ ക്ലാസ്സിൽ തന്നെ. സത്യം പറയാലോ, ആ പെണ്ണിന് വട്ടം. ഇത് കൊള്ളാലോ. അപ്പൊ എന്തെങ്കിലൊക്കെ നടന്നിട്ടുണ്ടാകും. മനുഷ്യനെ പിന്നാന്താക്കാൻ ഓരോന്ന് ഇറങ്ങിക്കോളും. അപ്പോ അവളാണല്ലേ പറഞ്ഞേ നീ ലുക്കാണെന്ന്? അവള് തന്നെ. എടാ പൊട്ട, നിനക്ക് ഇപ്പോഴൊന്നും മനസ്സിലായില്ലേ? അവള് നിന്നെ പൊട്ടനാക്കിയതാ. പുല്ല്, ഇതിപ്പോ 2ാമത്തെ തവണയാ അവൾ എന്റെ അടുന്ന് വാങ്ങും. എന്നിട്ട് എന്താ അവൾ എസ് പറഞ്ഞോ? എവിടെന്ന് ഇനി വെയിറ്റ് ആക്കേണ്ടി വരും. അവൾ എന്തായാലും ഇങ്ങനെ. ഞാനൊക്കെ ആണല്ലേ എപ്പോഴേ എസ് പറഞ്ഞു. അയ്യടാ, ഈ മോന്തേ വെച്ചാണ് കേറിക്കൂടാ. അപ്പ അറിയാം. അത് നീ പറഞ്ഞ കറക്റ്റ്. ദേടി, നിന്റെ കൃഷി വരുന്നു. നമ്മളെടുത്ത് കാണല്ലോ. അതെ, നിങ്ങളുടെ പന്നമായ തുറക്കുകയും ചെയ്ത് കേട്ടല്ലോ. ദേടി നോക്കിക്കേ, എന്റെ മേക്കപ്പ് ഒന്നും പോയിട്ടില്ലല്ലോ. പിന്നെ 1 കിലോ അല്ല പെയിന്റ് അടിച്ചു വെച്ചേക്കുന്നേ, അതൊന്നും പോയിട്ടില്ല മോളെ. എന്താ ഇവിടെ ചുറ്റിക്കളി? ക്ലാസ് ഇല്ലേ ഇപ്പൊ? അത് പിന്നെ സാറേ, ഞങ്ങൾ അങ്ങനെ വെറുതെ നിന്നപ്പോ ഓരോ ഡ്രാമ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഡ്രാമയോ? തൊലഞ്ഞി. അതല്ല സാറേ, ഞങ്ങള് ചുമ്മാ. ഡ്രാമയോ സീരീസോ ഏതാന്ന് വെച്ച് പറഞ്ഞോണ്ടിരി. പിന്നെ ലാസ്റ്റ് ഇയർ ആണെന്നേ ഓർക്കുന്ന നല്ലതാ. പോയി എന്നെ പറ്റി എന്ത് വിചാരിച്ചു കാണുമെന്തോ. കിണിക്കുന്ന കണ്ടില്ലേ? ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞൂടായിരുന്നു. എന്തോ എങ്ങനെ നീയല്ലടി വായ തുറക്കുകയേ ചെയ്തെന്ന് പറഞ്ഞു എന്ന് വെച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൂടായിരുന്നു. എടി റീനേ, നീ ഇങ്ങ് വന്നേ. ഇനി ഇത് മൂത്തായിട്ട് വട്ടം. അതെ, ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. എന്തൊരു കഷ്ടവാ. നിക്കവിടെ, ഞാനും വരുന്നു. എന്റെ മോനെ, നീ കാണുന്നായിരുന്നു അങ്ങയുടെ റിയാക്ഷൻ. എന്തായാലും കളിക്ക് റോസേ, നമ്മുടെ കൊച്ചിനെ കുറിച്ച് കരയിപ്പിച്ചല്ലേ. സോ അങ്ങനെ തന്നെ വേണം. അയ്യേ, എനിക്കിപ്പോ ചിരി വരുവാ. അന്ന് എന്തൊക്കെ ഞാൻ കാണിച്ചു കൂട്ടിയും.
എന്നിട്ട് ഈച്ചിരൊന്നും അപ്പ കണ്ടില്ലല്ലോ. എടി ജെന്നി, സത്യം പറയല്ലോ, അന്നത്തെ നിന്റെ മോങ്ങിൽ പട്ടി കരുന്ന പോലെ ഉണ്ടായിരുന്നു. മോനെ ആരോണേ, എനിക്ക് അവസരം വരും. എന്തിന് ഇനിയും പട്ടി മുങ്ങുന്ന പോലെ കറിയാണോ? ഇനി നീ വാ തുറന്ന ചെരുപ്പൂരടിക്കുന്നു നിൽക്കും. കൊടുക്കുമ്പോ എന്റെ കൂടെ ചേർത്ത് കൊടുത്തോ. ആ പാവത്തിന് രണ്ടും കൂടി കൊല്ലാതിരുന്നാ മതി. അങ്ങനെ പറഞ്ഞു കൊടു. നിനക്ക് മാത്രം എന്നോട് ഒരിച്ചിരി സ്നേഹമുള്ളൂ, എന്റെ മുത്താണ് ഉമ്മ. അയ്യേ, എനിക്കൊന്നും വേണം നിന്റെ ഉമ്മ. ഓ വേറെ വേണ്ട, ആർക്ക് വേണല്ലോ. ദേഡി റോസ നിന്റെ ലുക്കൻ സാർ പോകുന്നു. എവിടെ? ഓയ് ലുക്കൻ സാറേ, ബ്യൂട്ടി സീക്രട്ട് പറഞ്ഞിട്ട് പറഞ്ഞു തന്നില്ല. ഓ ഓ ഓ, ജാടായിരിക്കുമല്ലേ? എന്നാലും ഇത്ര ജാടൊന്നും പാടില്ല. മോളെ റോസേ, നീ പണി വാങ്ങും മോളെ. ആ നോട്ടം കണ്ടല്ലേ അറിയാം, നല്ല കലിപ്പിലാണ്. കലിപ്പാണേലും കൊള്ളല്ലേ കാണാന്. എന്തൊരു തകരാറ് പോലെ. എടീ, നീ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്താണ് ഒരു കൂസലില്ലാതെ പോകുന്നേ? ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. അത് നിനക്ക് മനസ്സിലായില്ലേ? വലിയ എന്തോ പണി വരാന്നുണ്ട്. വലുതാണോ ചെറുതാണേലും ഈ റോസിന് വെറും ഗ്രാസ്. നിന്റെ തൊലിക്കട്ടി അപാരം തന്നെ മോളെ. മമ്മി ഇപ്പൊ തന്നെ കണ്ടില്ലേ, വന്ന് വന്ന് അവൾ ഇങ്ങനൊക്കെ ആയി. ഇനി മിണ്ടാതിരുന്ന ശരിയാവില്ല. എടാ ജസ്റ്റ് എനിക്ക് പറയോ ഇതിങ്ങനെയൊക്കെ ആവുന്ന്? നീ കുറച്ചുകൂടെ ക്ഷമിക്ക്, നമുക്ക് നോക്കാലോ എവിടെ വരെ പോകുന്നു. മമ്മിക്കറിയോ, ഇവൻ എന്നോട് ലുക്കുണ്ടോ ചോദിച്ചപ്പോ ഞാൻ ശരിക്കും അങ്ങനെയാണെന്ന് വിചാരിച്ചേ. പിന്നല്ലേ കാര്യം അറിഞ്ഞു. എന്തായാലും അവളെന്ന് കാണേണ്ടിയിരിക്കുന്നു. ഈ WW ബ്യൂട്ടിയുടെ മോനല്ലേ അവള് പുച്ചിന് തള്ളി. നീ വയസ്സാങ്ങൾക്ക് WW ബ്യൂട്ടാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നേക്ക്, കൊള്ളുന്നൊക്കെ വാങ്ങിച്ചാ മതി. ഈ ബ്യൂട്ടിക്ക് എന്തൊരു കുഴപ്പം? എന്റെ ഈ ബ്യൂട്ടി കണ്ടിട്ടല്ലേ ഞാൻ പിറകെ നടന്നേ. എന്നിട്ട് പറയാ വയസ്സായിരുന്നു. എടോ, നിങ്ങൾക്ക് എന്നെക്കാളും വയസ്സ് നോക്കില്ല. അപ്പം നിങ്ങളെല്ലാടോ വയസ്സാണ്. ഞാനിപ്പോഴും ട്രൂബ്യൂട്ടിയാ. ഈ ട്രൂബ്യൂട്ടി കുറെ ഞാൻ കണ്ടതല്ലേ. ഇപ്പൊ ഇങ്ങനെ ആയല്ലേ? പണ്ട് എന്തോരം എന്നെ പിറകെ നടന്നതാ ട്രൂബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ എന്നെ വേണ്ടല്ലേ? അയ്യോ എന്റെ ആനിമോളെ, ഇച്ചാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. കരയില്ല നീ. നീ ഇപ്പോഴാ പഴയ ട്രൂബ്യൂട്ടി തന്നെ. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. എന്നിട്ടാണ് മേക്കപ്പ് വലിച്ചോ പോലെ. അല്ലേലും ഞാൻ ബ്യൂട്ടിയാ, നിങ്ങൾ വരേണ്ട ഒരു ആവശ്യമില്ല. മമ്മി ഞങ്ങളുടെ സ്വന്തം മമ്മിയല്ലേ. അങ്ങനെ പറഞ്ഞു കൊണ്ട് ടെസ്റ്റും കൂട്ടാ. നിനക്ക് എന്റെ വക എന്നിട്ട് 2 ചിക്കൻ പീസ് ഫ്രീ. എടാ കാലമാടാ, നൈസായിട്ട് ചിക്കൻ പീസ് തട്ടിയല്ലേ. ഹിഹി, ചെറുതായിട്ട്. എടി റോസേ, നിന്നെ അവിടുന്ന് ഗെറ്റോട്ട് എടുക്കാൻ നല്ല ചാൻസ് ഉണ്ട് മോളെ. ഇല്ലടി, അങ്ങനെ പുറമെ കാണുന്ന ദേഷ്യമേ ഉള്ളൂ. അത്ര കൈ ബെഡ് ചെയ്യാത്ത കാര്യമൊന്നും ചെയ്യൂല. പോവാ, ലാസ്റ്റ് ഗെറ്റോട്ട് അടിച്ചിട്ട് ഇത് തന്നെ പറയണം. എടി ഇത് നോക്ക്, ചേട്ടൻ അങ്ങനെയാകുമ്പോ കുറച്ചൊക്കെ ക്യാരക്ടർ സെയിം ആവൂലേ? ആകും. ഞാൻ 10th ബയോളജി പഠിച്ചിട്ടുണ്ട്. ആഹാ, അങ്ങനെയാണ് നമ്മൾ തമ്മിൽ ഒരു സെയിം ഇല്ലല്ലോ. അതോ എടി, നമ്മൾ സിസ്റ്റേഴ്സ് അല്ലേ, അപ്പൊ ചാൻസ് കുറവാ. ആ ഒരു ബ്രദേഴ്സ് അല്ലേ, അപ്പൊ സെയിം ആവും. സെയിം എങ്കിൽ സെയിം. അതിപ്പോ ഇവിടെ പറയുന്ന കാര്യം. എടി ഇത് നോക്ക്, ആ കടുകൊക്കെ ഒരു ചേട്ടനുണ്ട്, നമ്മുടെ കോളേജിൽ തന്നെയാണ്. എന്ത് പാവാണെന്നറിയോ? നമ്മൾക്ക് എന്ത് വേണമെങ്കിലും പറയും. അത്രക്ക് ഫ്രീഡം തരുന്ന ചേട്ടനാ. അപ്പോ അനിയനായ കടുവയ്ക്കും അതേപോലെ തന്നെ ആയിരിക്കും. പിന്നെ ചേട്ടൻ ഭാവേ ഉണ്ടാവും, അനിയൻ നിന്നോട് അങ്ങനെ റൂഡായി ബിഹേവ് ചെയ്തേ. എടി അതൊക്കെ ശരിയാ, ബട്ട് നമ്മൾ അവർ സെയിം ആണെന്ന് ഉറപ്പിച്ചതല്ലേ. ഓ എന്തായാലും ആകട്ടെ. ആ മുടി, ആ കണ്ണ്, ആ മൂക്ക്, ആ ചുണ്ട് എല്ലാം പെർഫെക്റ്റ് ആടി. കണ്ടാലറിയുന്ന ഒരു ഇന്നസെന്റ് ജെന്റിൽമാന്. മോളിത് ആരെ കുറിച്ചാണോ പറയുന്നേ? വേറെ ആരാ? കടുവയുടെ ചേട്ടൻ തന്നെ. മോളെ വല്ല ക്രഷ് അടിച്ചടി? ഏയ്, അതുവരെ എത്തിയിട്ടില്ല. എന്നാലും അണ്ടാറ് ലുക്ക് തന്നെ ആടി. എനിക്ക് നീ നാളെ കാണിച്ചതായോ? ഞാനുകൂടി കാണട്ടെ നിന്നെ കടുവട്ട ചേട്ടനെ. കാണുന്നതൊക്കെ കൊള്ളാം, എന്നിട്ട് പ്രേമം ലഭ്യ എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തോട്ട് വരരുത്. ഓ ഇല്ല എന്റെ പൊന്നോ. No, no. അവള്
അവളെന്താ? ആ, നീ എഴുന്നേറ്റിരുന്നോ? ഉറങ്ങുമായിരിക്കും വിചാരിച്ചിട്ട് വിളിക്കാൻ വന്നതാ. നീ എന്താണ് വീർത്തിരിക്കുന്നേ? ഏസി ഒക്കെ ഓണാണല്ലോ. ജസ്റ്റി, എന്തടാ? നീ കാര്യം പറ, എന്നെ കൊണ്ട് ടെൻഷൻ ആക്കാതെ. നിന്നോട് പറഞ്ഞില്ലായിരുന്നോ ഒരു കുട്ടിയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണാറുണ്ടെന്ന്? ആ, അവൾക്ക് എന്താ? പക്ഷെ ഇന്ന് ആ കുരുപ്പിനെ കണ്ടടാ. നീ ആര്? റോസിനാണോ? ആ, അവള് തന്നെ. അവളെന്താ ഇപ്പൊ നിന്റെ സ്വപ്നത്തില്? അതന്നെ ഞാൻ ആലോചിക്കുന്നേ. ഇനി റോസും ആ കുട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവും? ഒന്ന് പോടാ. അങ്ങനെയാണെങ്കിൽ അവനങ്ങനെ കാണിക്കുവോ? ആ, അതും ശരിയല്ലേ. എടാ, എനിക്കൊരു ഡൗട്ട്. എന്ത് ഡൗട്ട്? ഈ FF-ലൊക്കെ നീ കണ്ടിട്ടില്ലേ? ഒരു കൊച്ചിനെ തന്നെ സ്വപ്നം കാണാ, എന്നിട്ട് ആ കൊച്ചിനെ കണ്ടുപിടിക്കാ, അതിലുണ്ട കൊച്ചായിട്ട് മാരേജ് ചെയ്യാ, എന്നിട്ട് എടാ, ഇതെന്നെ റിയൽ ലൈഫാ, അല്ലാണ്ട് FF അല്ല. എന്നാലും ആ കൊച്ചിനോട് നിനക്ക് ചെറിയൊരു ഇഷ്ടല്ലേ? ഒന്ന് പാടവേ. ഉള്ള FF എല്ലാം കണ്ടിട്ട് തലയിൽ മുഴുവൻ അതാ. ജസ്റ്റ് എന്നെ എന്ത് വേണേലും പറഞ്ഞു. എന്റെ FF-നെന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ, ഞാൻ സഹിച്ചെന്ന് മാത്രം വരില്ല. മോളെ റീനെ, അവളെന്തി താഴോട്ട് ഇതുവരെ വന്നില്ലേ? ആ, ഇല്ലല്ലോ, റൂമിൽ കാണും. ഞാൻ പോയി വിളിച്ചിട്ട് വരാം മമ്മി. നീ ഇവിടെ നിൽക്കായിരുന്നു? അല്ല, താഴോട്ടൊന്നും വരുന്നില്ലേ? ടൈം നോക്ക്, കോളേജ് പോകാനായി. നിനക്ക് വയ്യടി? ഇല്ല ചേച്ചി, എന്തോ ഒരു ടെൻഷൻ പോലെ. ടെൻഷനോ? അതും നിനക്ക്. കാക്ക മലർന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. പക്ഷെ ഇത് ഞാൻ വിശ്വസിക്കൂല മോളെ. നീ ഇങ്ങ് വന്ന പെണ്ണെ, നീ ചുമ്മാ ഓരോന്ന് വേണ്ടാത്ത അളിച്ചു കൂട്ടിയിട്ടല്ലേ? ആ, റോസ്, നീ വന്നോ? നീ എന്താ ലേറ്റ് ആയേ? അല്ല, നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ളവരൊക്കെ എവിടെ? അവരെ ക്ലാസ്സിൽ പോയോ? പിന്നെ അല്ലാതെ സീനിയേഴ്സ് അല്ലേ, അപ്പൊ എന്തായാലും നേരത്തെ ക്ലാസ് തുടങ്ങാൻ ചാൻസ് ഉണ്ട്. ഞാനില്ലടാ. ഇനി അവരാരെങ്കിലും കൂട്ടിപ്പൊക്കും. എനിക്കെന്തോ. നീ പോയിട്ട് വാ, ഞാൻ ഇവിടെ ഇരിക്കാം. അല്ല, എന്താ അങ്ങനെ? ഞമ്മ രണ്ടിനും കൂടെ അല്ലേ കാൻഡി പോകുന്നത്, പിന്നെ നീ ഒറ്റക്ക്? അതല്ലടാ, എനിക്കെന്തോ തലവേദന പോലെ. തലവേദനയോ അതോ ജസ്റ്റിൻ സാറ് വരാത്ത വിഷമത്തിലോ? ഒന്ന് പോടവേ, ഞാൻ ശരിക്കും പറഞ്ഞതാ. എന്നാ കുഴപ്പമില്ല. ഇവൾക്ക് എന്ത് പറ്റി? സാധാരണല്ലോ. പിന്നെ രാത്രി പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരണം. കൂടെ എന്റെ ബനാന മിൽക്ക് ഉണ്ടായിക്കോട്ടെ. ഓ ശരി തമ്പുരാട്ടി. എടാ ജസ്റ്റ് ക്യാനിൽ പോകാം. ഇല്ലടാ, എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. ഞാനറിയത് എന്ത് പരിപാടി നിനക്ക്? എടാ, ഞാൻ ആ ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുത്തിരുന്നു. അതെ, തപ്പി കണ്ടുപിടിച്ചിട്ട് വേണം അവിടെ പോയി കൊണ്ടുകൊടുത്തിട്ട് എനിക്ക് വേറൊന്നും. തന്തയുടെ ശീലം മോനിക്കുണ്ടല്ലോ. പിന്നെ അല്ലാതെ നിന്നെ പോലെ ആയിരിക്കും എല്ലാരും. ആയിക്കോട്ടെ, നമ്മള് പോണേ. Wow, she's so cute.